ജയിക്കുമല്ലേ? സന്ദേശത്തിന് വേണ്ടി ഡോക്ടർ വിദുഷ മേനോനെ ക്ഷണിക്കുന്നു. എനിക്ക് ഒരുപാട് നിറഞ്ഞ മനസ്സോടു കൂടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. ചിലപ്പോൾ എൻ്റെ മുഖം കണ്ടാൽ തന്നെ എല്ലാവർക്കും അറിയായിരിക്കും. അതിനൊരൊറ്റ കാര്യമുണ്ട്, ആ കാര്യം ജോബിയാണ്. ജോബി പറഞ്ഞ പോലെ ഒരു 2 കൊല്ലമായി, എൻ്റെ അച്ഛൻ മരിച്ചിട്ട് 2 കൊല്ലമായി. അപ്പോൾ അതിന് തൊട്ടു മുൻപാണ് ഞാൻ ജോബിയെ പരിചയപ്പെടുന്നത്. അത് മനോരമയുടെ കൂട്ടായ്മയോടുകൂടി വെസ്റ്റ് ബംഗാൾ രാജ്ഭവനും കൂടെ, അത് ഇന്ന് ലോക് ഭവൻ എന്ന് പറയുന്ന നമ്മുടെ ലോക് ഭവനും കൂടെ ചേർന്ന് അവിടുത്തെ ഗവർണറായിട്ടുള്ള ശ്രീ ഡോക്ടർ CV ആനന്ദ ബോസ് IASന്റെ ഒരു വിഷൻ മനോരമയിലൂടെ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന്, അതായത് വെസ്റ്റ് ബംഗാളും കേരളവും ചേർന്ന് നടക്കുന്ന ഒരു എന്താ പറയുക, ഒരു വിരുന്ന് ഒരുക്കുന്ന സമയത്താണ് ഞാൻ ജോബിയെ ആദ്യമായിട്ട് കാണുന്നത്. വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തി, എല്ലാ കാര്യവും കുറച്ച് കോമൺ സെൻസ്. ഇപ്പൊ കോമൺ അല്ലല്ലോ, പലർക്കും ഇല്ലാത്ത ഒരു സാധനമാണല്ലോ കോമൺ സെൻസ്. വളരെ കോമൺ സെൻസ് ഉള്ളൊരു വ്യക്തി, പറയുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഒരു ഡാൻസ് പെർഫോമൻസ് ഒരു സ്റ്റേജിലേക്ക് കയറുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പല കാര്യങ്ങളും നമുക്ക് സ്റ്റേജിന്റെ പുറകിൽ നിന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ജോബി എല്ലാ രീതിയിലും എന്ത് കാര്യം പറഞ്ഞാലും അത് അതിൻ്റെ നയത്തോടു കൂടി ചെയ്യാനുള്ള ഒരു കഴിവ് ജോബിക്ക് ഉണ്ടെന്ന് എനിക്ക് അന്നാണ് മനസ്സിലാവുന്നത്. പക്ഷെ ജോബി എന്ന് പറഞ്ഞ വ്യക്തിയെ ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെയും കുറച്ച് കഴിഞ്ഞിട്ടാണ്. നമുക്ക് എല്ലാവരും സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും ഒക്കെ നമ്മൾ ആലോചിക്കാറുണ്ട്, നന്മയുള്ളൊരു വ്യക്തി നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവണം എന്ന് എല്ലാവരും ആഗ്രഹിക്കാറുണ്ട്. നമ്മൾ പറയുന്നതും ഈ ജീവിതത്തിലെല്ലാം നെഗറ്റിവിറ്റി നടക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലും നമ്മൾ ആഗ്രഹിക്കുന്നതും, അല്ലെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരും, ഏത് മനുഷ്യരും ആഗ്രഹിക്കുന്നത് നമ്മുടെ കൂടെ നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മളെ അറിയുന്ന, അല്ലെങ്കിൽ നമ്മുടെ പണമോ പ്രശസ്തിയോ അല്ലെങ്കിൽ നമ്മുടെ നമുക്കുള്ള കാര്യം കണ്ടിട്ട് നമ്മുടെ കൂടെ വരുന്ന ഒരു കൂട്ടായ്മ അല്ല ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിലുപരി നമ്മുടെ ഒരു വ്യക്തിത്വം, നമ്മളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി, നമ്മളെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി കൂടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാം. ഞാനിപ്പോ ഈ ഒരു 10-15 മിനിറ്റിനുള്ളിൽ ജോബിയെ പറ്റി പറഞ്ഞവരെല്ലാവരും ഞങ്ങളുടെ കൊച്ചനിയനാണ്, ഞങ്ങളുടെ കൊച്ചു കൂട്ടുകാരനാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്ത്. ഞാൻ പറയുന്നത് ഈ 5 മിനിറ്റ് ഞാൻ ഇവിടെ ഇരുന്ന സമയം കൊണ്ട് അവനെ പറ്റി നല്ലത് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. അപ്പോ അവന് ഭയങ്കര പ്രശ്നമായിരുന്നു. ഞാൻ ഈ ജിമ്മ്, ചേച്ചി അതൊരു ചെറിയ സംഭവമാണ് ചേച്ചി, അങ്ങനെ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ആ കുട്ടിയെ ഞാൻ എൻ്റെ വീട്ടിലത്തെ എൻ്റെ അനിയനായിട്ടാണ് എൻ്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്നത്. അപ്പൊ അവന്റെ ശബ്ദം ഒന്ന് മാറിയാൽ ഞാൻ വിളിക്കും, ഞാൻ ഒന്നും ചോദിക്കൊന്നുമില്ല, ഹലോ ജോബി ഓക്കെ അല്ലേ എന്ന് മാത്രമേ സംസാരമുള്ളൂ. അവനും അങ്ങനെ എന്നോട് അങ്ങനെ വലിയ കഥകളൊന്നും പറയില്ല. എന്നാൽ പോലും ഞാൻ അവന്റെ ശബ്ദം ഒന്ന് മാറിയാൽ എനിക്ക് വിഷമം വരും. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ധന്യ മുഹൂർത്താണ് എൻ്റെ വീട്ടിലെ എൻ്റെ അനിയന്റെ ഒരു അടുത്ത കാൽവയ്പ്. അപ്പൊ അതിന്റെ ഭാഗമാവണം എന്നുള്ളത് ഒരു നിറഞ്ഞ മനസ്സോടു കൂടിയാണ് ഞാൻ സത്യം പറഞ്ഞ നാളെ ശരിക്കും നീ എന്നോടൊരു വലിയ താങ്ക് യു പറഞ്ഞത്. അതിനറിയോ, ഞാൻ നാളെ പോണോണ്ടാണ് ഇന്ന് ഇനോഗ്രേഷൻ ഉണ്ടായത്. അപ്പൊ ആക്ച്വലി സ്പീക്കിംഗ് ആ ഒരു കാര്യത്തിന് അവൻ വേണമെങ്കിൽ എന്നോടൊരു താങ്ക് യു പറയാം. പക്ഷെ ആ താങ്ക് യു ഒന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടല്ല. ഒരു നിറവാണ് അത്, എന്നിന് മാത്രമല്ല ചുറ്റിനും നിൽക്കുന്ന എല്ലാവരിലേക്കും അവന് പകരാൻ സാധിക്കുന്നു എന്നത് ഈ ഒരു മേഖലയിലല്ല പല മേഖലകളിലും ഞാനത് കണ്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവന്റെ ഉയർച്ചയുടെ ഭാഗമായിട്ട് ഞാൻ കൂടി ഉണ്ടാവണം എന്ന് ആശിച്ച് അവനോട് ഞാൻ ചോദിച്ചത്, ഞാൻ വന്നോട്ടെ, ഞാൻ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാവും ഈ സിനിമാ നടി അല്ലെങ്കിൽ പഴയ ഒരു സിനിമാ നടിക്ക് എന്താ പറയുക ജിമ്മുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാളിവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാണെന്ന് ആലോചിച്ചിട്ടുണ്ടാവും. ഞാൻ അങ്ങനെ ആലോചിച്ചതേ ഇല്ല. ഞാൻ ആലോചിച്ചത് അവന്റെ ഒരു നല്ല മുഹൂർത്തത്തിൽ, ഒരു മെമ്മറബിൾ മുഹൂർത്തത്തിൽ ഞാൻ ഒരു ചേച്ചി എന്ന നിലയിൽ അവന്റെ കൂടെ ഉണ്ടാവണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. എൻ്റെ അമ്മയ്ക്ക് നേരത്തെ ഒരു കേരളശ്രീ എന്ന് പറഞ്ഞൊരു അവാർഡ് വന്നപ്പോൾ മോളെയും വൈഫിനെയും ഒക്കെ കൂട്ടിയിട്ട് അവൻ വന്നു. അപ്പോൾ അതൊക്കെ നമ്മുടെ വീട്ടിൽ ഒരാളല്ലാത്തവർക്ക് ഇത്രയും
പറ്റും എന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയതൊക്കെ അവന്റെ കയ്യിൽ നിന്നാണ്. അപ്പൊ അതൊരു വലിയ നിറഞ്ഞ സന്തോഷം. പിന്നെ എപ്പോഴും നമുക്ക് ഇന്നത്തെ ഒരു സാഹചര്യത്തില് നമ്മളെല്ലാവരും ആരോഗ്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഈ സമയത്തില് റൈറ്റ് ഒരു മൂവ്മെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും ചെറുതായിട്ട് തന്നെയാണ് തുടങ്ങുന്നത്, ആരും വലുതായിട്ട് തുടങ്ങുന്നില്ല. ആ ചെറുതിൽ നിന്ന് നമ്മൾ ഉയരുമ്പോഴാണ് നമ്മൾ ആ സക്സസിലോട്ട് സ്ലോലി വരുമ്പോഴാണ് അതിന് സന്തോഷം ഉണ്ടാവുന്നത്. ഒരുപാട് വലിയ നന്മയുള്ളവരൊക്കെ കൂടെ ഉണ്ടെന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ച് 3 അച്ഛന്മാരെന്ന് പറഞ്ഞാൽ ത്രിമൂർത്തികൾക്ക് ഇരിക്കുന്നതിന് തുല്യമായിട്ടുള്ള 4 അച്ഛന്മാർ. സോറി, ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ 4 അച്ഛന്മാർ, ത്രിമൂർത്തിയല്ല, 4 പേരുണ്ട്. അപ്പൊ ഭയഭക്തി ബഹുമാനത്തോടു കൂടി തന്നെ അവൻ തുടങ്ങുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സമ്പൂർണ്ണമായ സഹകരണം ഉണ്ടാവണം. അച്ഛനും അമ്മയും ഉണ്ട്, എല്ലാവരും ഉണ്ട്, കുടുംബക്കാരും എല്ലാവരും ഉണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിൽ നിന്ന് അവന് റവന്യൂ ഉണ്ടാക്കണം എന്ന് മാത്രം ഞാൻ പറയില്ല. എനിക്ക് ആഗ്രഹം ഇതൊരു അടുത്ത ലെവലിലേക്ക് നമ്മുടെ ഈ ഒരു ആയുധം എന്ന് പറഞ്ഞ സ്ഥലത്തിൽ കുറച്ചും കൂടി ഒരു ഡെവലപ്മെന്റിന് സാധ്യതയായിട്ട് ഇതൊരു തുടക്കമാവട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. ഇനിയും ഒരുപാട് മേഖലകളിലേക്ക് നീങ്ങാനുള്ള ഒരു ഊർജ്ജസ്വലമാവട്ടെ. കൂട്ടത്തിൽ നേരത്തെ അവൻ സംസാരിച്ചത് വളരെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് പ്രസംഗം. പറഞ്ഞേ ഈ എന്താ പറയാ പ്രോഗ്രാമിന്റെ പേര്, ഹലോ, ആ പ്രോഗ്രാം ചെയ്തിട്ട് വാക്ചാതുര്യത ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട്. അപ്പൊ ഈ യുവജനങ്ങൾക്കും കൂടെ, പക്ഷെ അപ്പൊ ഞാൻ യുവജനത്തിൽ പെടുവല്ലേ? ഇല്ലേ? എന്നോട് പറഞ്ഞെന്താ അറിയോ ചേച്ചി, വയസ്സായിട്ടുള്ളവർക്കും വരാം എന്നുള്ളൊരു തുല്യത്ര എന്നെ വിളിച്ചതെന്നാ പറഞ്ഞത് കേട്ടോ. കുഴപ്പമില്ല, എനിക്ക് അത് സങ്കടമൊന്നുമില്ല. വയസ്സായിട്ടുള്ളവർക്കും ജീവിക്കണ്ടേ, വയസ്സായിട്ടുള്ളവർക്കും ആരോഗ്യം വേണ്ടേ. അപ്പം ഞങ്ങളുടെ ആരോഗ്യം വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് തെളിയിക്കാനുള്ള ഒരു എക്സാമ്പിളും കൂടെ ആയിരിക്കും ഞാൻ. അതുകൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. എനിക്ക് വയസ്സായി എന്ന് പറയുന്നതിനോ പ്രായം കുറഞ്ഞെന്നോ കൂടിയെന്ന് പറയുന്നതിലൊന്നും എനിക്ക് ഒരു വിഷമവും. ഇതിന്റെ എല്ലാ ഭാഗവും എനിക്ക് ഉപയോഗിക്കാൻ സാധ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിന് 30 ഒന്നുമില്ല, എനിക്ക് നല്ല വയസ്സുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അവിടെ എനിക്ക് അതൊന്നും വയസ്സുള്ള കാര്യമല്ല. പവിത്രം വന്നിട്ട് തന്നെ 30 ഇല്ല. അപ്പൊ എനിക്ക് സന്തോഷം. ഇത്രയും നല്ല ഒരു ചെറിയ സദസ്സാണെങ്കിലും ഈ സദസ്സിലുള്ളവർക്ക് എല്ലാവർക്കും അവന്റെ ഉയർച്ചയാണ് ഒരു നന്മയായിട്ട് കാണുന്നത്. അവനെന്ന് പറയുന്നത് അത്രയും സ്നേഹം മനസ്സിലുള്ളതുകൊണ്ടാണ്. ജോബി തന്നെയാണ് പറയുന്നത്, പക്ഷെ എനിക്ക് അത്രയും സ്നേഹമുള്ള ഒരു കുട്ടിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹായ സഹകരണവും അതേമാതിരി എല്ലാവരും വന്ന് ഇതിന്റെ ഭാഗവാക്കായിട്ട് ഇതിന്റെ സർവീസസ് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. മുഖ്യ സാന്നിധ്യമായി ഇവിടെ ഉള്ളത് പ്രിയപ്പെട്ട ജോബി, ഘടകൻ ഉൾപ്പെടെയുള്ള വൈദിക സിസ്റ്റർ, പ്രിയമുള്ള ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകരെ, പ്രിയമുള്ളവരെ, ജോബി ടീം ആരംഭിച്ച ഈ സംരംഭം സാധാരണ ജോബിയെ പോലെ തന്നെ ഒരു പുത്തൻ ഉണർവ് എപ്പോൾ കാണുമ്പോഴും ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരാളാണ്. അത്തരം ഒരു ഉണർവ് ഇതിനുണ്ടാകട്ടെ. ഇതിന് ഉദ്ഘാടനത്തിന് ഞങ്ങളെയൊക്കെ വിളിച്ചത് സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ ശരീരം കണ്ടിട്ടാണെന്ന് അറിയില്ല. ഉറപ്പായും ഈ ജിമ്മിൽ പങ്കെടുക്കേണ്ട ആളാണ് എന്ന് തോന്നിയിട്ടാണ് എന്നെനിക്ക് തോന്നുന്നു. അതെ, എല്ലാവരും ബിന്ദുജയെ പോലെ സ്ലിം ബ്യൂട്ടി ആവണമെന്നില്ല. അല്ലാത്ത ആളുകൾക്കും അങ്ങനെ ആകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും ഇവിടെ എത്തിയിട്ട് ഇതേപോലെ ആവാം. തീർച്ചയായും ബിന്ദുജ നമ്മുടെ മനസ്സിൽ പവിത്രത്തിലെ ആ സുന്ദരി കുട്ടിയാണ്. ഇപ്പോഴും വലിയ മാറ്റമൊന്നും വന്നില്ലെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇപ്പോഴും അതേപോലെ തന്നെ ഉണ്ട്. തീർച്ചയായിട്ടും ജോബിയുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളുടെ ഈ സംരംഭത്തിൽ എത്തിയതിനുള്ള നന്ദി കൂടി അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. തീർച്ചയായും എപ്പോഴും കണ്ടാലും ഒരു പോസിറ്റീവ് വൈബ് നൽകുന്ന ആളാണ് ജോബി. ഏതാണ്ട് 10-25 വർഷത്തിനുള്ളിൽ, ഒരു 10-20 വർഷമെങ്കിലും ആകും എന്ന് തോന്നുന്നു, ഞാൻ ജോബിയായി പരിചയപ്പെട്ടിട്ടുണ്ട്. ആ കണ്ട നാൾ മുതൽ ഇന്ന് വരെ എന്നോട് ഒരേ സ്നേഹം, ഒരേ ഇഷ്ടത്തിലാണ് പെരുമാറിയിട്ടുള്ളത്. വേറൊരു പ്രത്യേകത ഞാൻ നോക്കിയിട്ടുള്ളത്, ജോബി എന്നോട് ആകണം എന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ആയിട്ടുണ്ട്.
ഞാൻ ഇഷ്ടപ്പെട്ടിട്ടോ ആഗ്രഹിച്ചിട്ടോ അല്ല. പക്ഷെ ജോബി ഓരോ സമയത്തും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇതുകൊണ്ട് ഇന്നത് ആകണം, ആകണം എന്ന് പറഞ്ഞിട്ടുള്ളതെല്ലാം ദൈവം സഹായിച്ച് ഞാൻ ആയിട്ടുണ്ട്. എപ്പോഴും എനിക്ക് മാത്രമല്ല പൊതുസമൂഹത്തിലൊക്കെ നല്ല ഒരു പോസിറ്റീവ് വൈബ് നൽകുന്ന നല്ല കുട്ടികളുടെ ഗണത്തിൽപ്പെടുന്ന ആളാണ് ശ്രീ ജോബി ടി ലാൽ. ഈ സ്ഥാപനവും അതുപോലെ തന്നെ ജോബി ടി ലാലിന്റെ എല്ലാ സംരംഭങ്ങളും നന്നായി നല്ല നിലയിൽ പോകും, അതിന് യാതൊരു മാറ്റവുമില്ല. തീർച്ചയായും ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാവിധ ആശംസകളും ഐശ്വര്യങ്ങളും ഈ സ്ഥാപനത്തുണ്ടാകട്ടെ എന്ന് അറിയിക്കുകയാണ്. ഈ സ്ഥാപനം മേൽക്കുന്നതിൽ നല്ല നിലയിൽ പോകട്ടെ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നമുക്ക് 3 പേർക്ക് പോകേണ്ടതായിട്ടുണ്ട്. നമ്മളെല്ലാ അനുഭവത്തോടെ അവർ കൂടുതലും പോയിക്കോട്ടെ. അടുത്തതായിട്ട് ചെറിയ ചെറിയ വാക്കുകൾ ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഒരു അച്ഛന്മാരെ പ്രതി ആശംസ അറിയിക്കുന്നതിന് വേണ്ടി സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗമാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഓടി എത്തിയതാണ്. ഞാൻ വിളിച്ചച്ഛ വരണമെന്ന് പറഞ്ഞില്ല, കൊച്ചുമ്മ അടക്കമുള്ള അച്ഛൻ വന്നേക്കാണ്. ഒത്തിരി സ്നേഹമുണ്ട് അച്ഛൻ. കാരണം ഇവരാരും ബുദ്ധിമുട്ടിക്കണം എന്ന് ആഗ്രഹിച്ചതല്ല, പക്ഷേ എന്നോടുള്ള സ്നേഹത്തെ പ്രതി ഇവിടെ ഓടിയെത്തി. അച്ഛനുമുണ്ട്, അതുപോലെ കൊച്ചുമ്മയുണ്ട്, പീന കൊച്ചുമ്മയുണ്ട്. രണ്ടുപേരെ സ്വാഗതം ചെയ്തു. ഒരു വാക്ക് ചെറിയ ആശംസയ്ക്ക് വേണ്ടി അച്ഛൻ ക്ഷണിച്ചു. വേദിയുടെ പ്രിയ ക്ഷണിതാക്കളെ, വന്നിരിക്കുന്ന പ്രിയ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, പ്രിയ ജോബിയുടെ ഈ സംരംഭത്തിന് ഞങ്ങൾ ഉച്ചയ്ക്കാണ് തീരുമാനിച്ച് എന്തായാലും പോകണം, പങ്കെടുക്കണം. കാരണം ജോബി നമ്മുടെയൊക്കെ എല്ലാവരുടെയും പോലെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഒരാവശ്യത്തിന് നമുക്ക് ഒരാളെ ആശ്രയിക്കണമെങ്കിൽ അത് തീർച്ചയായിട്ടും ജോബിയെ ആശ്രയിക്കാം. നാട്ടിലെല്ലാവർക്കും അറിയാം, ആ സഭയിലെ യുവജന പ്രസ്ഥാനമായാലും പ്രളയ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങളായാലും കോവിഡ് കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങളായാലും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. അപ്രകാരം ഒരു വീട്ടിൽ ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ അത് ഏത് കാര്യമായാലും ഒരു തീവ്രമായ ശ്രമത്തിന്റെ ഭാഗമാണ്. അഭിനന്ദിക്കാതിരിക്കാൻ നിർവാഹമില്ല. നേരത്തെ എന്നോടൊന്ന് സൂചിപ്പിച്ച അച്ഛൻ ഞാനിങ്ങനെ സംരംഭം തുടങ്ങണം. ഞാൻ ആദ്യം ചോദിച്ചത് യോഗയിടയ്ക്ക് ഇപ്പോഴത്തെ ടൈറ്റ് ഷെഡ്യൂൾ അതിൽ സുഖകരമാക്കി പോകാൻ സാധിക്കും, കുഴപ്പമില്ല, ഭംഗിയായി 2 ദിവസം മുമ്പായിരുന്നു വിളിച്ച അച്ഛാ ഇന്ന് 4 മണിക്ക് പുരാശയും 5 മണിക്ക് ഉദ്ഘാടനം. അന്നേരം ഞാൻ പറഞ്ഞു ആ ടൈറ്റ് ഷെഡ്യൂൾ ആക്കണ്ട, ആ ഷെഡ്യൂൾ ഒന്ന് ലിബറൈസ് ചെയ്തിട്ട് ഞായറാഴ്ച വൈകിട്ട് ഏത് സമയത്താണ് ഞാൻ ഫ്രീയാണ്, 12 ഞാൻ കുഴപ്പമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ വൈകുന്നേരം ശാന്തമായി ഇതിൻ്റെ ഉദാശ കർമ്മം നിർവഹിച്ചു. പിന്നീട് ശാന്തമായി 2 ദിവസം കൊണ്ട് അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് അച്ഛാ ഇന്നാണെങ്കിലേ ഞാൻ ഉദ്ദേശിക്കുന്ന ഉദ്ഘാടനം ഇരിക്കേണ്ടതുള്ളൂ, അതിന് മറ്റൊരു പകരം വെക്കാൻ ഒരു ദിവസമില്ല, കുഴപ്പമില്ല, ഭംഗിയായി. ഈ എഫേർട്ടിന് ആദ്യമായി ജോബിയെ അഭിനന്ദിക്കുകയാണ്. സാറ് പറഞ്ഞതുപോലെ ആരോഗ്യം മാത്രമല്ല സൗഹൃദം വളർത്തിയെടുക്കാനും ഈ കൂട്ടായ്മകൾ വഴിതെളിക്കുമെന്നുള്ള കാര്യം സംശയമില്ല. ബിന്ദുജ മേഡം പറഞ്ഞതുപോലെ ഇതൊരു തുടക്കമാകട്ടെ, ഇതിൽ നിന്നങ്ങോട്ട് കൂടുതൽ ഉയർന്നിലേക്ക് വളരാനും കൂടുതൽ നന്മകൾ നാടിന് ചെയ്യാനും ജോബിക്ക് അവസരം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ഭാഗങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ 2 ഘടാഘടിയന്മാരെ അടുത്ത് വെച്ചതാണ്. അല്ല, 2 പേരെ പിടിച്ചു നിർത്തി എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഇതെടുത്ത് നീ എന്ത് ചെയ്യണം എന്നോട് പറയും. കൈവച്ച എന്ത് ചെയ്യണം? ഞാൻ മോശമല്ലല്ലോ, ഇതൊന്നും ഞെട്ടില്ല. ഇതൊക്കെ 2.5 കിലോ ഉള്ളു, ഇത് ഞാൻ ജയിച്ചു. വേറെ പോസ്റ്റ്